500-ന്റെയും 100-ന്റെയും നോട്ടുകൾ എത്തിയാൽ മാത്രമേ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടൂ. എന്നാൽ 2000-ന്റെ നോട്ടുകളാണ് RBI കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് ATM-ൽ ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല. ബാങ്കിൽ നിന്ന് 2000 രൂപ ലഭിക്കുന്നവർക്കാവട്ടെ ചില്ലറ കിട്ടാത്തതിനാൽ ഇത് ഉപയോഗിക്കാനുമാകുന്നില്ല. 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ എത്തിയില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. ബുദ്ധിമുട്ടലാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് അറിഞ്ഞൂടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പൈസ എങ്ങനെയെങ്കിലും വേണമല്ലോ. പൈസ കയ്യിലില്ലാണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇത്ര 1 മണിക്കൂറോളം കീഴ് നിൽക്കുന്നത്. കൊച്ചിയിൽ പല ബാങ്കുകളും പണമില്ലാത്തതിനാൽ പ്രവർത്തനം നിർത്തിവെക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പൊതുമേഖലാ ബാങ്കുകളാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. മുഷിഞ്ഞ നോട്ടുകളും മറ്റുമാണ് ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ നിലവിൽ നൽകുന്നത്. 500-ന്റെയും 100-ന്റെയും നോട്ടുകൾ ഉടൻ എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തെ മിക്കവാറും ATM-കളും ഉടൻ പൂട്ടും. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നോട്ട് പ്രതിസന്ധി തുടങ്ങി 6ാം ദിനത്തിലും കാര്യങ്ങളൊട്ടും പന്തിയല്ല. ബാങ്കുകൾക്കും ATM-കൾക്കും മുൻപിലെ വരി നീളുകയല്ലാതെ കുറയുന്ന മട്ടില്ല. ഇനി ബാങ്കിൽ അച്ചടക്കത്തോടെ വരി നിന്ന് പഴയ നോട്ടുകൾക്ക് പകരം പുതിയ 2000-ന്റെ നോട്ടുമായി സാധനങ്ങൾ വാങ്ങാൻ ചന്തയിലെത്തിയാൽ പെട്ടത് തന്നെ. 2000-ന് ബാക്കിയായി നൽകാൻ ചില്ലറയില്ലാത്തതിനാൽ പലയിടത്തും കച്ചവടക്കാർ പുതിയ നോട്ടുകൾ സ്വീകരിക്കുന്നില്ല. നടക്കുന്നില്ല. നമുക്ക് 100 രൂപയ്ക്ക് എടുത്ത് 2000 രൂപ 100 രൂപ അത് പഴയ 500 1000 കൊടുക്കാൻ അവരാരും വാങ്ങിക്കത്തില്ല. സാധനങ്ങൾ വാങ്ങിയാൽ പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ബാക്കി നൽകാമെന്നായിരുന്നു ചില കച്ചവടക്കാരുടെ പ്രതികരണം. ചിലയിടങ്ങളിൽ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ ചില്ലറ നൽകാമെന്ന് ബോർഡുകളും തൂക്കിയിട്ടുണ്ട്. 200 സാധനം മേടിച്ചാൽ ബാക്കി 300 കൊടുക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ വീണ്ടും നിങ്ങൾ ബാങ്കിൽ പോയി. തിങ്കളാഴ്ച ചന്ത ദിവസമായിട്ട് കൂടി മാർക്കറ്റിലും ആളില്ല. വിപണിയിൽ ആവശ്യത്തിന് ചില്ലറയില്ലാത്തത് സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുകയാണ്. 2000-ന്റെ ഈ നോട്ട് വാങ്ങാൻ രാവിലെ ഇറങ്ങിയതാ. നാഗമ്പടത്ത് തുടങ്ങി ഇപ്പോൾ തിരുനക്കര വരെ എത്തി. ഇപ്പോഴും കയ്യിൽ ഈ നോട്ട് ബാക്കി. ഇതാണ് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ക്യാമറാമാൻ അഭിലാഷ് ചിറക്കടവിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.